What will happen if we gently push a ball on a floor? It moves. Push the ball again while it is moving. What happens to the speed of the ball? If it is pushed in the direction of motion, the speed will increase. What will happen if you hold the ball? It stops. That is, the ball will come to rest. Have you ever seen children moving a rubber tire by pushing it? What is happening if it is pushed repeatedly? Whenever it is pushed, it moves faster and faster. ഇനി ഉരുട്ടിക്കൊണ്ട് പോകുന്ന കണ്ടിട്ടില്ലേ? ആ കയ്യിലൊരു കമ്പുണ്ട്. കമ്പ് വെച്ച് ഇങ്ങനെ അടിക്കുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? It will move faster and faster. These observations shows that a force applied on an object may change its speed. So that is the first effect of force. What is it? Whenever we are applying a force on an object, it may change its speed. If the force is applied in the direction of motion of an object, the speed will increase. എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെയാണ്. നമ്മൾ കണ്ടില്ലേ, ബോൾ ഉരുണ്ട് പോകുന്ന സമയത്ത് ആ പോകുന്ന ഡയറക്ഷനിൽ തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദ സ്പീഡ് വിൽ ഇൻക്രീസ്. ആൻഡ് ഇഫ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദ സ്പീഡ് ഡിക്രീസസ്. ഉരുണ്ട് പോകുന്ന ബോളിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ തടയാനോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദ സ്പീഡ് വിൽ decrease. So this is the first effect of force. It changes the speed of an object. Let's check whether the force applied in opposite direction only changes speed of the object. No. Force applied in opposite direction not only changes the speed but also the direction of motion of the object. If we think of a cricket match, a batsman plays his shot by applying a force on the ball with his bat. What will happen to the ball? Its direction and speed will change. അതൊരു 4ഓ 6ഓ ഒക്കെ ആയിട്ട് പോകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ബാറ്റ്സ്മാന് അതിൽ ശക്തമായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അല്ലേ? സോ വാട്ട് വിൽ ഹാപ്പൻ? The direction and speed of the ball will change. Then what happens to a tennis ball? It is repeatedly changing its speed and direction whenever the players hit the ball with the bat. A change in either the speed or direction or both is termed as change in state of motion of an object. അപ്പോൾ മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡും ഡയറക്ഷനും. അതിനകത്തുണ്ടാകുന്ന ചേഞ്ചിനെ നമ്മൾ എന്തു പറയുന്നത്? ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ സ്റ്റേറ്റ് ഓഫ് മോഷൻ? ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡിസ്ക്രൈബ്സ് ദി സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് എ ബോഡി which is moving will have both speed and direction. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ഡെഫിനറ്റ്ലി എന്ത് കാണും? സ്പീഡും കാണും, ഡയറക്ഷനും കാണും, അല്ലേ? ഇതിനാണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി സ്റ്റേറ്റ് ഓഫ് സീറോ സ്പീഡ്. ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് സ്റ്റേറ്റ് ഓഫ് സീറോ സ്പീഡ്. സീറോ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? മൂവ് ചെയ്യാതെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിന് സ്പീഡുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത്. സോ ചേഞ്ച് ഇൻ എയ്തർ സ്പീഡ് ഓർ ഡയറക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡിസ്ക്രൈബ്സ് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. എപ്പോഴും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ആകുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ട്രൈ ടു പുഷ് എ വോൾ, നോ എഫക്റ്റ് ഈസ് ഒബ്സർവ്ഡ്, അല്ലേ? ഭിത്തിയെ തള്ളിയാൽ അത് നീങ്ങുന്നുണ്ടോ? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അവിടെ എഫക്റ്റ് ഉണ്ടാവുന്നില്ല. വാട്ട് ഹാപ്പൻസ് ടു എ ബോൾ ഓഫ് ഡോ വെൻ ഇറ്റ് ഈസ് റോൾഡ് ടു മേക്ക് ചപ്പാത്തി?
അമ്മ ചപ്പാത്തി മാവ് കുഴച്ചത് വെച്ചിട്ട് അത് പലകെ വെച്ച് പരത്തുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഷേപ്പ്, ഊരിൻ്റെ ഷേപ്പ് മാറിയത് എന്തോ ആകും? പരക്കും അല്ലേ? ദെൻ വാട്ട് ഹാപ്പൻസ് ടു എ ടൂത്ത് പേസ്റ്റ് ട്യൂബ് ആഫ്റ്റർ 1 or 2 months? ഒരു ടൂത്ത് പേസ്റ്റ് ട്യൂബ് 1-2 മാസം കഴിയുമ്പം ഏത് ഷേപ്പിലായി മാറും? ഇതുപോലെ ആവും അല്ലേ? ഇതുപോലെ ആവും. ഇറ്റ് ഷേപ്പ് വിൽ ചേഞ്ച്. ദെൻ വാട്ട് ഹാപ്പൻസ് ഇഫ് യു അപ്ലൈ ഫോഴ്സ് ഓൺ ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ? വീർപ്പിച്ച ഒരു ബലൂണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? എഗെയിൻ ഇറ്റ് ഷേപ്പ് വിൽ ചേഞ്ച് അല്ലേ? ദെൻ വാട്ട് വിൽ ഹാപ്പൻ if we press a teddy bear like this? Its shape will also change. So in all these cases we are applying force, and what is the effect of force here? By applying force the shape is changed. When we apply force, one more effect is there. What is it? The shape of the object may change. Which are the effects of force? A force may move an object from rest, okay, or it may stop an object which is moving. Then it can change the speed of an object. It can change the direction of an object. It can change the shape of an object. It may cause some or all of these എഫക്ട്സ്. എന്തൊക്കെ ചെയ്യാം? മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാം. ഓക്കെ. ദെൻ ചേഞ്ച് ദ സ്പീഡ്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ദെൻ ഇറ്റ് മേ ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. എപ്പോഴാണ്? വെൻ വി അപ്ലൈ ഫോഴ്സ്. ദെൻ ഇറ്റ് മേ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ആൻ ഓബ്ജക്റ്റ്. നമ്മൾ കണ്ടതുപോലെ തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം? ഒബ്ജക്ട്സിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാം. ചിലപ്പോൾ ഇത് ഓരോന്നായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടിയോ വരുന്ന സമയങ്ങളും, എല്ലാ എഫക്ട്സും കൂടി വരുന്ന സമയങ്ങളും ഉണ്ട്.